നവംബർ മാസം 4-ാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ വിശുദ്ധ ചാൾസ് ബൊറോമിയോ മെത്രാന്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു. 1538 ഒക്ടോബർ മാസം 2-ാം തീയതി മിലാനിലെ പ്രസിദ്ധമായ ബൊറോമിയോ കുടുംബത്തിൽ ചാൾസ് ജനിച്ചു. തനിക്കുള്ള ആദായത്തിൽ നിന്ന് ചെലവ് കഴിച്ച് ബാക്കി മുഴുവനും ദരിദ്രർക്കുള്ള പത്രമേനിയാണെന്ന് 12 വയസ്സുള്ളപ്പോൾ തന്നെ ചാൾസ് പിതാവിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അമ്മാവൻ കാർഡിനൽ ദെമേദിച്ചി 1559 4-ാം പിയൂസ് മാർപ്പാപ്പയായി സ്ഥാനമേറ്റു. 1560 ഫെബ്രുവരിയിൽ അന്ന് അൽമായൻ മാത്രമായിരുന്ന ചാൾസിനെ കാർഡിനൽ ഡീക്കനായി നിയമിച്ചു. അദ്ദേഹത്തിന്റെ സാമർഥ്യം പരിഗണിച്ച് അദ്ദേഹത്തിന് വത്തിക്കാനിൽ പല ഉദ്യോഗങ്ങളും നൽകി. അവസാനം വിദേശകാര്യ സെക്രട്ടറിയായി. 25-ാമത്തെ വയസ്സിൽ ചാൾസ് പൗരോഹിത്യം സ്വീകരിച്ചു. അധികം താമസിയാതെ മിലാനിലെ മെത്രാനായിട്ട് അഭിഷേചിക്കപ്പെട്ടു. എന്നാൽ ട്രെന്റ് സുനകദോസിന്റെ ജോലികൾ നിർവഹിക്കാനുണ്ടായിരുന്നതിനാൽ അദ്ദേഹം മിലാനിൽ ചെന്ന് താമസിച്ചില്ല. 10 കൊല്ലത്തോളം മുടങ്ങിപ്പോയ കൗൺസിൽ 1562 പുനരാരംഭിക്കുവാൻ മാർപ്പാപ്പയെ പ്രേരിപ്പിച്ചത് ബിഷപ്പ് ചാൾസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് കൗൺസിൽ പിരിഞ്ഞു പോകത്തക്ക സാഹചര്യങ്ങൾ ഉളവായിക്കൊണ്ടിരുന്നുവെങ്കിലും ബിഷപ്പ് ചാൾസിന്റെ രഹസ്യ പരിശ്രമം കൊണ്ട് സമുചിതമായ അന്ത്യത്തിലെത്തി. അവസാന കാലത്തെ എഴുത്തുകുത്ത് ചാൾസ് ഏറ്റെടുത്തു. സുനകദോസ് കഴിഞ്ഞ് പൂർണ്ണ സമയവും മിലാൻ രൂപതയ്ക്കു വേണ്ടി ചെലവാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു പ്രാദേശിക സുനകദോസ് നടത്തി വൈദികരുടെയും അൽമായരുടെയും ജീവിത പരിഷ്കരണത്തിന് വേണ്ട പരിപാടികൾ നിർണയിച്ചു. ജനങ്ങൾ മനസ്സ് തിരിയണമെങ്കിൽ വൈദികർ മാതൃകാ ജീവിതം നയിക്കണമെന്ന് സുനകദോസ് ഊന്നിപ്പറഞ്ഞു. ആർച്ച് ബിഷപ്പ് ചാൾസ് തന്നെ മാതൃക കാണിച്ച് തനിക്കുള്ള ആദായം മുഴുവനും ഉപവിപ്രവർത്തികൾക്കായി മാറ്റിവെച്ചു. 1567 പകർച്ചവ്യാധിയുടെയും ക്ഷാമത്തിന്റെയും വേളയിൽ അദ്ദേഹം ദിനം പ്രതി 60,000 മുതൽ 70,000 പേരെ വരെ പോറ്റിക്കൊണ്ടിരുന്നു. വളരെയേറെ സംഖ്യ കടം വാങ്ങിച്ചാണ് ഇത് സാധ്യമായത്. സർക്കാർ അധികാരികൾ രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ ആർച്ച് ബിഷപ്പ് ചാൾസ് പ്ലേഗിന്റെ ഇടയിൽ താമസിച്ച് രോഗികളെ ശുശ്രൂഷിക്കുകയും മരിക്കുന്നവരെ സംസ്കരിക്കുകയും ചെയ്തു. മിലാൻ രൂപതയിലെ പൊന്നാഭരണങ്ങളെല്ലാം ദരിദ്രർക്കായിട്ട് ചെലവഴിച്ചു. കഠിനമായ അധ്വാനം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ തകർത്തു. 46-ാമത്തെ വയസ്സിൽ തന്റെ നിത്യസമ്മാനം സ്വീകരിക്കുവാൻ ചാൾസ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹം തന്റെ 3000 വൈദികരെയും സുഖജീവിതത്തിലേക്ക് വഴി നയിച്ച് 6 ഉത്തമ സെമിനാരികൾ സ്ഥാപിച്ചു. ക്രിസ്തീയ തത്വസഖ്യം സ്ഥാപിച്ച് അതിന്റെ അംഗങ്ങളെ വേദോപദേശം പഠിപ്പിക്കുവാനിറക്കി. അദ്ദേഹം തന്നെ ചിലപ്പോഴൊക്കെ വൃദ്ധരെ പോലും വേദോപദേശം പഠിപ്പിച്ചിട്ടുണ്ട്. 1610 നവംബർ 1 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. വിശുദ്ധ ചാൾസ് ബൊറോമിയോ ഇപ്രകാരമാണ് പറയുക: ദൈവശുശ്രൂഷയിൽ പുരോഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ദിവസവും നവതീഷ്ണതയോടെ ആരംഭിക്കണം. ദൈവസന്നിധിയിൽ കഴിയുന്നിടത്തോളം സമയം പ്രാർത്ഥിക്കണം. ദൈവമഹത്വമല്ലാതെ മറ്റൊരു ലക്ഷ്യവും പ്രവൃത്തികൾക്ക് ഉണ്ടാവരുത്. മതാധ്യാപകരുടെ പ്രത്യേക മധ്യസ്ഥനായ ചാൾസ് ബൊറോമിയോയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമുക്ക് തേടാം. നമ്മുടെ മതാധ്യാപകരെ ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് മതബോധനം സമ്മാനിച്ച ക്രിസ്തുവിനെ പകുത്തു തന്ന എല്ലാ അധ്യാപകരെയും പ്രത്യേകമായി ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.